بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وجعلنا النهار معاشا വചനം 11. വജഅൽനന്നഹാറ പകലിനെ നാം ആക്കുകയും ചെയ്തു. മആശ ഉപജീവനമന്വേഷിക്കുന്നത്. പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലും ആക്കിയിരിക്കുന്നു. وبنينا فوقكم سبعا شدادا വചനം 12. വബനൈന നാം സ്ഥാപിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു. ഫൗഖക്കും നിങ്ങളുടെ മീത്തെ, സബ്അൻ ഏഴെണ്ണം, ശിദാദ കഠിനമായ ശക്തമായ. നിങ്ങളുടെ മീത്തെ നാം ശക്തമായ ആകാശങ്ങൾ ഏഴെണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. وجعلنا سراجا وهاجا വചനം 13. വജഅൽന നാം ഉണ്ടാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. സിറാജൻ ഒരു വിളക്ക്, വഹാജ തിളങ്ങുന്ന കത്തിജ്വലിക്കുന്ന, കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അഥവാ സൂര്യനും നാം ഉണ്ടാക്കിയിരിക്കുന്നു. وأنزلنا من المعصرات ماء ثجاجا വചനം 14. വഅൻസൽന നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅ്സിറാത്തി മഴക്കാറുകളിൽ നിന്ന്, മഴക്കാറ്റുകളിൽ നിന്ന്. മാഅൻ സജ്ജാജ കുത്തി ഒഴുകുന്ന വെള്ളം. മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം അഥവാ മഴയും നാം ഇറക്കി. لنخرج به حبا ونباتا വചനം 15. ലിനുഖ്രിജ ബിഹി അതുകൊണ്ട് നാം വെളിക്കുവരുത്തുവാൻ, പുറപ്പെടുവിക്കുവാൻ, ഹബ്ബൻ ധാന്യം, വനബാറ്റ സസ്യവും ചെടിയും. അതുകൊണ്ട് നാം ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് വെളിക്കുവരുത്തുവാൻ വേണ്ടി. وجنات ألفافا വചനം 16. വജന്നാത്തിൻ തോട്ടങ്ങളും, അൽഫാഫ മരങ്ങളാൽ ഇടതിങ്ങിയ, തൂർന്നു നിൽക്കുന്ന ഇടതിങ്ങിയ തോട്ടങ്ങളും വെളിക്കുവരുത്തുവാൻ. إن يوم الفصل كان ميقاتا വചനം 17. ഇന്നയൗമ നിശ്ചയമായും ദിവസം, അൽ ഫസ്ലി തീരുമാനത്തിന്റെ, കാന അതാകുന്നു, ആയിരിക്കുന്നു, മീഖാറ്റ സമയം നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയമായും തീരുമാനത്തിന്റെ ദിവസം സമയം നിർണിതമായിരിക്കുന്നു. يوم ينفخ في الصور فتأتون أفواجا വചനം 18. യൗമയുംഫഖു അതായത് ഊതപ്പെടുന്ന ദിവസം, ഫിസ്സൂരി കാഹളത്തിൽ, ഫതഅ്തൂന അപ്പോൾ നിങ്ങൾ വരും, ചെല്ലും, അഫ്വാജൻ പല കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി. അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. وفتحت
وفتحت السماء فكانت أبوابا വചനം 19. വഫുതിഹത്ത് തുറക്കപ്പെടുകയും ചെയ്യും. അസ്സമാ ആകാശം. ഫകാനത്ത് എന്നിട്ടത് ആയിരിക്കും. അബുവാബ പല വാതിലുകൾ, പ്രവേശന മാർഗങ്ങൾ, കവാടങ്ങൾ. ആകാശം തുറക്കപ്പെടുകയും ചെയ്യും, എന്നിട്ടത് പല വാതിലുകളായിത്തീരും. وسيرت الجبال فكانت سرابا വചനം 20. വസുയ്യിറത്ത് നടത്തപ്പെടുകയും ചെയ്യും. അൽ ജിബാല മലകൾ, പർവ്വതങ്ങൾ. ഫകാനത്ത് എന്നിട്ടവ ആയിത്തീരും. സറാബ കാനൽ പോലെ. പർവ്വതങ്ങൾ തൽസ്ഥാനം വിട്ടു നടത്തപ്പെടുകയും ചെയ്യും, എന്നിട്ട് അവ കാനൽ സമാനം ആയിത്തീരും. നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിക്കാറുള്ളതുമാകുന്നു. 1. ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിതസന്ധാരണത്തിനുപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ചു വിധാനപ്പെടുത്തിയിരിക്കുന്നത്. 2. ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. 3. മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. 4. ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5. രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞു സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. 6. മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിനു പക്വമായ അവസരമാക്കിയത്. 7. ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതിബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീതെ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. 8. കത്തിജ്വലിച്ചും തിളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. 9. മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. 10. അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ, വൈൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾ അത് കണക്കാക്കുന്നതല്ല. ഇതെല്ലാം നിരത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളാണ് ഇവയെല്ലാം. ഇവയെപ്പറ്റി പലപ്പോഴും ഇതിനു മുമ്പുള്ള ചില അധ്യായങ്ങളിലും താഴെ വരുന്ന അധ്യായങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിൽ ഏർപ്പെടുന്ന വിടവുകളെ ഉദ്ദേശിച്ചാണ് ആകാശം വാതിലുകൾ ആയിത്തീരും, ഫകാനത്ത് അബ്വാബ എന്നു പറഞ്ഞതെന്നും അതല്ല ആകാശത്തുനിന്ന് മലക്കുകൾ കൂട്ടം കൂട്ടമായി പ്രവഹിക്കുവാനുള്ള പ്രവേശന മാർഗങ്ങൾ അന്ന് തുറക്കപ്പെടുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹുവിനറിയാം.